PK ലേണിംഗ്സിന്റെ STRT സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് വേൾഡ് ജോഗ്രഫിയിലെ മറ്റൊരു സെക്ഷനാണ് താപനിലയും ഋതുക്കളും എന്ന് പറയുന്നത്. അതിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. താപനിലയും ഋതുക്കളും ഇത് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ സൂര്യനെ സംബന്ധിച്ച് നമ്മുടെ ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്, പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ താപനിലയെയും അതുപോലെ തന്നെ ഋതുക്കൾ, സീസൺസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം സൗരവികിരണം, എന്താണ് സോളാർ റേഡിയേഷൻ എന്നുള്ളത് നോക്കാം. സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. സൂര്യനിൽ ഊർജ്ജം ഉണ്ടാകുന്നത് അണുസംയോജനം, നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന രണ്ട് ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം എന്ന് പറയുന്നതിലേക്ക് മാറുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനിൽ ഈ ഒരു എനർജി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സംഭവിക്കുന്നത്. അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി, അതായത് ഷോർട്ട് വേവ് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് വികിരണം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി രൂപീകരിക്കുന്ന എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ് സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്? ഷോർട്ട് വേവ് ആയിട്ടാണ് വരുന്നത്, അതായത് വളരെ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഷോർട്ട് വേവ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇൻസൊലേഷൻ, ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ, ഏകദേശം 200 ദശലക്ഷത്തിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെയാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഇൻകമിങ് സോളാർ റേഡിയേഷൻ, ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ സർഫസിൽ എത്തുന്ന ഈ ഒരു ഇൻകമിങ് സോളാർ റേഡിയേഷനെ നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഓരോ വർഷവും ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവിൽ മാറ്റമുണ്ടാകുന്നു. നമുക്ക് അടുത്തിരിക്കുന്ന രണ്ട് വസ്തു, ഇപ്പോൾ ഇത് സൂര്യനും ഇത് ഭൂമിയുമാണെങ്കിൽ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും ദൂരെ നിൽക്കുമ്പോൾ കിട്ടുന്ന എനർജിയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലെന്ന് പറയുമ്പോഴാണെങ്കിലും പല വർഷങ്ങൾ തമ്മിൽ നമുക്ക് നോക്കുമ്പോഴാണെങ്കിലും ഇതിൽ ഈ കിട്ടുന്ന എനർജിയിൽ എന്തുണ്ടാവും? വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കിത് അടുത്ത് വരുന്നത്, അതായത് സൂര്യോച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂര്യ ഉച്ചം അപ്പീരിയോഡ് ജൂലൈ 4 എന്ന് പറയുന്ന ഡേറ്റ് ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കും, ായിട്ട് നിൽക്കും, ദൂരെ നിൽക്കുന്നതായിരിക്കും. അതെന്ന് പറയുന്നത് 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും ഏറ്റവും ദൂരെ നിൽക്കുന്നത്. അപ്പോൾ സൂര്യനും ഭൂമിയും ഏറ്റവും അകലെ നിൽക്കുന്ന ദിനമാണെങ്കിൽ അത് ജൂലൈ 4 ആണ്. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇനി അടുത്ത് വരുന്ന ദിവസം ഉണ്ടാവുമല്ലോ, അതാണ് സൂര്യ സമീപകം, പെരിഹീലിയോൺ എന്ന് പറയുന്നത്. അപ്പീലിയോണും പെരിഹീലിയോൺ, അപ്പം എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ പൊക്കത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഓർക്കുക. പെരിഹീലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂര്യ സമീപകം. ഇത് ജനുവരി 3 ആണ്. മറ്റത് ജൂലൈ 4 ആണെങ്കിൽ ഇത് ജനുവരി 3 ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. 147ഉം 152 ദശലക്ഷം കിലോമീറ്ററും ഇത് ഓർത്ത് വെച്ചിരിക്കണം. ഇനി അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ എന്ത് കിട്ടുന്നുണ്ട്? ഈ ഒരു താപം കിട്ടുന്നുണ്ട്, സൂര്യനിൽ നിന്നുള്ള താപം കിട്ടുന്നുണ്ട്. ഇനി എല്ലായിടത്തേക്കും വ്യാപിക്കണം, ഇങ്ങനെ ഇതെല്ലാവർക്കും കൊടുക്കണം. ഏതൊക്കെ പ്രോസസ്സിലാണത് നടക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അവ കടന്നു പോകുമ്പോൾ അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിക്കുക. ഷോർട്ട് വേവിലാണ് വരുന്നതെന്ന് പറഞ്ഞല്ലേ, ലോങ് വേവ് അല്ല, ഒരു ഹ്രസ്വ തരംഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് കടന്നു പോകുന്ന ഏരിയയിൽ ഇത് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ചൂടുപിടിപ്പിക്കുന്നില്ല. സൗരവികിരണത്തിലൂടെ ആദ്യം ഭൗമോപരിതലത്താണ് ചൂടുപിടിക്കുന്നത്. അങ്ങനെ ഇൻസൊലേഷനിലൂടെ ആദ്യം എന്താ കിട്ടുന്നത്? ആദ്യം ഭൂമിയുടെ ഉപരിതലമാണ് ചൂടുപിടിക്കുന്നത്. തുടർന്ന് വിവിധ താപ പ്രക്രിയകളിലൂടെ, അല്ലെ, താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപം വയ്ക്കും. ഈ കിട്ടിയിട്ടുള്ള എനർജീനെ പല പ്രക്രിയയിലൂടെയാണ് ബാക്കി ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത്. ആ പ്രക്രിയകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. പ്രധാന താപന പ്രക്രിയകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് കണ്ടക്ഷൻ, അതായത് താപചാലനം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവഹനം, കൺവെക്ഷൻ. 3 എന്ന് പറഞ്ഞാൽ അവിവഹനം, അഡ്വെക്ഷൻ. 4 എന്ന് പറഞ്ഞാൽ വികിരണം, റേഡിയേഷൻ. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം 4 താപന പ്രക്രിയകളിലൂടെയാണ് നമ്മുടെ ഭൗമോപരിതലത്തിൽ, എർത്തിന്റെ സർഫസിൽ എത്തുന്ന ഈ ഒരു എനർജീനെ ബാക്കിയുള്ള ഏരിയയിൽ, ഷോർട്ട് വേവ് ആണ് വരുന്നത്, അതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ കിട്ടുന്നൊന്നുമില്ല, കാര്യമായിട്ട് ചൂട് പിടിപ്പിക്കുന്നില്ല, ഇനി എല്ലാവർക്കും കൊടുക്കണം. അതാണ് ആ ഒരു താപന പ്രക്രിയകൾ എന്ന് പറയുന്നത്. അങ്ങനെ 4 പ്രക്രിയകളാണ് നമുക്കുള്ളത്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നോക്കേണ്ടത് താപചാലനം,
കണ്ടക്ഷൻ ആണ് നോക്കേണ്ടത്. ഇത് ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ മെറ്റൽസിലൊക്കെ നടക്കുന്നത് മോളിക്യൂൾസ് എന്താണ് അടുത്തടുത്തുള്ളത് ചൂടായി അടുത്തടുത്ത് ഇരിക്കുന്നവർക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയ, അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. താപചാലനം കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ താഴ്ന്ന പാളികളിലേക്ക് താപം പകരുന്ന രീതിയാണ്. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന സർഫസിന്റെ അടുത്ത് കിടക്കുന്ന പാളികൾ ആദ്യം ചൂടാവും. വ്യത്യസ്ത താപനിലയിലുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ചൂടുള്ളതിൽ നിന്ന് തണുത്തതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? താപം പ്രവഹിക്കുന്നു. ഇതാണ് കണ്ടക്ഷൻ, അതായത് താപചാലനം എന്ന് പറയുന്നത്. ഇനി എന്താണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്? ഭൂമിയോട് ചേർന്നുള്ള വായു ചൂടുപിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞ് മുകളിലേക്ക് വരികയും ചെയ്യും. ഈ ഭൂമിയുടെ അടുത്ത് കിടക്കുന്ന വായു വികസിച്ച് പൊങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഈ വായു പ്രവാഹത്തോടൊപ്പം താപവും എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. അതായത് ചൂട് പിടിച്ച് നിൽക്കുന്ന ഗ്യാസ് ആണ്, അതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? താപവും മുകളിലേക്ക് പോകും. ചൂട് വികസിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് പൊങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ നമ്മുടെ ട്രോപ്പോസ്ഫിയറിലെ ഏറ്റവും ലോവസ്റ്റ് ലെയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിന്റെ ലോവർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയറിലാണ് നടക്കാറുള്ളത്. അത് മുകളിലോട്ട് എന്ത് ചെയ്യാറില്ല. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ, അതായത് എർത്തിന്റെ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഭാഗത്താണ് ഇത് ഏറ്റവും നടക്കുന്നത്, അല്ലാത്ത ഭാഗത്തൊന്നും നടക്കുന്നില്ല. അടുത്ത ഒരു താപന പ്രക്രിയയാണ് അഭിവഹനം, അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് അഡ്വെക്ഷൻ? കാറ്റിലൂടെ താപം ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീന തലത്തിൽ വ്യാപിക്കുന്നതിനെ ആണ് അഭിവഹനം എന്ന് പറയുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ വിൻസിൽ ഇന്ത്യയിലുള്ള ഉഷ്ണക്കാറ്റിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വീശുന്ന ലൂ എന്ന കാറ്റ് ഇതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ്. ഏതിന്റെ ഉദാഹരണമാണ്? അഡ്വെക്ഷൻ എന്ന പ്രക്രിയ, അഭിവഹനം എന്ന പ്രക്രിയയുടെ. അതായത് തിരശ്ചീനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിലല്ല, ഇങ്ങനെയാണ് കൺവെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ പൊങ്ങിയാ പോകുന്നത് അല്ലേ, ഇങ്ങനെയാ പോകുന്നത്. ഇത് ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അഡ്വെക്ഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ തിരശ്ചീനമായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതാണ് അഭിവഹനം എന്ന് പറയുന്നത്. ഇനി ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം എന്താണെന്നുള്ളത് നോക്കാം. ഭൗമോപരിതലം ചൂടുപിടിച്ച ശേഷം ഈ ഊർജ്ജം ദീർഘതരംഗങ്ങളായി തിരികെ പുറന്തള്ളുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്. നേരത്തെ ഇൻസൊലേഷൻ അല്ലെങ്കിൽ ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് വേവിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൗമോപരിതലത്തിനെ ചൂടുപിടിക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യും? ഇനി തിരികെ എന്തായാലും ലോങ് വേവ് ആയിട്ട്, അതായത് ദീർഘതരംഗങ്ങളായി. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം എന്ന് പറയുന്നത് ഒരു ലോങ് റേഡിയേഷൻ ആണ്. ഇങ്ങനെ ഭൗമവികിരണം സംഭവിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ ഈ താപത്തെ ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിനെ ചൂടാക്കി നിർത്തും. അപ്പം നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് അതുപോലെയുള്ള പല അന്തരീക്ഷത്തിൽ മോശം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. ഇതിൻ്റെ അളവിൽ കൂടിയപ്പോഴാണ് സംഭവിച്ചത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് പോകുന്നത്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പോകുന്ന ഈ ലോങ് വേവ് റേഡിയേഷനെ പിടിച്ചു നിർത്തി നമുക്ക് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള ഗ്യാസസ് ആണ്. അതിന് അളവിൽ കൂടുമ്പോഴാണ് അത് പിന്നെ ഗ്ലോബൽ വാർമിങ്ങിലേക്ക് പോകുന്നത്. അത് നമ്മുടെ ഭൂമിയുടെ താപസന്തുലനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഭൂമിക്ക് ലഭിക്കുന്ന താപവും ഭൗമവികിരണത്തിലൂടെ നഷ്ടപ്പെടുന്ന താപവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇങ്ങോട്ടേക്ക് കിട്ടുന്നതും പുറത്തേക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നതും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. താപം അമിതമായി കൂടുകയോ കുറയുകയോ ചെയ്യാതെ ക്രമമായി നിർത്തും. ഈ ഒരു ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ വരവ് അതിനനുസരിച്ചാണ് നമ്മൾ ചിലവഴിക്കുന്നത് അല്ലേ. അല്ലാതെ വരവിനെയും കാട്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടുന്നത് എങ്ങനെയാണോ ഇങ്ങോട്ട് കിട്ടുന്ന വരവ് എങ്ങനെയാണോ അതുപോലെയാണ് തിരിച്ച് എന്ത് ചെയ്യുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ കൊടുക്കുന്നത്. ഇതെപ്പോഴും ഈക്വൽ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥേനെയാണ് താപ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് നോക്കിക്കേ, സൗരവികിരണം, ഇൻകമിങ് സോളാർ റേഡിയേഷനിൽ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യും? ഒരു 35%. ഇപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു 100 നമ്മൾ എടുക്കുന്നത്. ഇതിൽ 100 യൂണിറ്റിൽ 35% എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഫലിച്ച് അന്തരീക്ഷത്തിൽ തന്നെ, അറ്റ്മോസ്ഫിയറിൽ തന്നെ പ്രതിഫലിച്ച് പോകുന്നുണ്ട്. ഇനി വരുന്ന 14% എന്ത് ചെയ്യും? മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്തോളും. മേഘങ്ങളും പൊടിയില്ല. അപ്പോൾ ഈ 14 35 കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 14 + 35. അപ്പം നമുക്ക് എത്രയാണ് വരുന്നത്? 49. ഇനി ഈ 100-ൽ 49 മൈനസ് ചെയ്താൽ പിന്നെ വരുന്ന 51% അല്ലെ. ഈ 51% പിന്നെ എന്ത് ചെയ്യുന്നത്? ഭൗമോപരിതലം അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ 51% നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 51% കിട്ടിയിട്ടുള്ളത് അബ്സോർബ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുവാണോ? ഇങ്ങോട്ട് കിട്ടുന്നതിന് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഈ ഭൗമവികിരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? 34% മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന ലോങ് വേവ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത്
34% മേഘങ്ങളും പൊടിപടലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ആഗിരണം ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന 17% എന്ന് പറയുന്നത് നേരിട്ട് ശൂന്യാകാശത്തേക്ക് ബാക്കി എന്ത് പോകുന്നുണ്ട്, 17% പോകുന്നുണ്ട്. അപ്പൊ 34 17 അല്ലെ, 34 17 എന്ന് പറയുമ്പോൾ എത്രയിലേക്ക് പോകുന്നുണ്ട്, 51%. അതായത് ഇവിടെ കിട്ടിയിട്ടുള്ള, അതായത് എർത്ത് ഇങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ള 51% തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ കിട്ടുന്നതും അങ്ങോട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതും തമ്മിൽ ഒരു ബാലൻസ്, അതാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 100 യൂണിറ്റ് ആയിട്ട് സങ്കല്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 35 യൂണിറ്റ് എന്ന് പറയുന്നത് പ്രതിഫലനത്തിലൂടെ, അതായത് റിഫ്ലക്ഷനിലൂടെ ബഹിരാകാശത്തേക്ക് പോകും. അതായത് ഭൂമിയുടെ അൽബിഡോ, ഭൂമിക്ക് ഇതിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന കഴിവ്, അതാണ് അൽബിഡോ എന്ന് പറയുന്നത്. അങ്ങനെ 35% യൂണിറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. 14% യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷ വസ്തുക്കൾ നേരിട്ട് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി എന്നീ വരുന്നത് എത്രയാണ്, 51%. ഈ 51% എന്ത് ചെയ്യുന്നുണ്ട്, ഭൗമോപരിതലം നേരിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഭൗമോപരിതലത്തിൽ ലഭിച്ച 51 യൂണിറ്റ് തിരികെ എങ്ങനെയാണ് പോകുന്നത്, 34 യൂണിറ്റ് ഊർജ്ജം എന്ന് പറയുന്നത് താപചാലനം, സംവഹനം തുടങ്ങിയ താപപ്രക്രിയകളുടെ ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് കൈമാറി കൊടുക്കും. 17% എന്ന് പറയുന്നത് നേരിട്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ട് ശൂന്യാകാശത്തേക്ക് പോകുന്നതും നമ്മൾ പഠിച്ചു. അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്നതും അങ്ങോട്ട് പോകുന്നതും എന്താണ്, ടാലിയായി പോകുന്നു എന്നുള്ളതാണ്. ഇനി അന്തരീക്ഷത്തിൽ നിന്ന് പുനർവികരണം ചെയ്യപ്പെടുന്ന 48 യൂണിറ്റ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് അന്തരീക്ഷം നേരിട്ട് ആഗിരണം ചെയ്ത 14, ഭൂമിയിൽ നിന്ന് കൈമാറി 34, അങ്ങനെ 48 എന്ന് പറയുന്നത് ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജ്ജവും മടക്കി നൽകുന്നുണ്ട് അല്ലെ. അപ്പൊ അന്തരീക്ഷത്തിൽ നിന്ന് പുനർവികരണം ചെയ്യപ്പെടുന്ന 48 യൂണിറ്റ് ഊർജ്ജത്തിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജ്ജവും മടക്കി നൽകുന്നുണ്ട്. ഇതാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് ചൂടും താപനിലയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ചൂടിന് നമ്മൾ ഈക്വൽ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് താപനില എന്ന് പറയുന്നത്. പക്ഷെ അത് ഈക്വൽ അല്ല എന്ന് നോക്കാം. തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിൽ ഉണ്ടാകുന്നത്, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കാരണം വസ്തുവിലുണ്ടാകുന്ന ഒരു ആകെ എനർജി, ടോട്ടൽ എനർജീനെയാണ് ചൂട് അഥവാ താപം എന്ന് പറയുന്നത്. ഇത് ജൂൾ എന്ന ഏകകത്തിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ താപം, അത് ചൂട് അഥവാ താപമാണെങ്കിലും ജൂൾ എന്ന ഏകകത്തിൽ, ജൂളാണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില എന്ന് പറയുന്നത്. അപ്പം വസ്തുവിൻ്റെ താപനില എന്താണ് ചൂട് അല്ലെങ്കിൽ താപം ഓക്കെയാണ്, അതിൻ്റെ എന്താണ് താപനില, അതിൻ്റെ അളവുകോലായിട്ടാണ് നമ്മൾ എന്തിനെ എടുക്കുന്നത്, ഊഷ്മാവ് അഥവാ താപനില എടുക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ്, അതുപോലെ കെൽവിൻ തുടങ്ങിയ യൂണിറ്റുകളാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഫാരൻഹീറ്റിൽ ജലത്തിന്റെ ഖരാങ്കം എന്ന് പറയുന്നത് 32 ഡിഗ്രിയും തിളനില എന്ന് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി യൂണിറ്റുമാണ്. ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇപ്പം നമുക്ക് ഫാരൻഹീറ്റിൽ തരുന്ന ഒരു സാധനത്തിന് സെൽഷ്യസിലോട്ടും സെൽഷ്യസിൽ തരുന്ന സാധനത്തിനെ ഫാരൻഹീറ്റിലോട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു F-32 × 5/9 എന്ന ഇക്വേഷൻ, ആ ഇക്വേഷനിൽ തന്നെ നമുക്ക് ഏകദേശം കിട്ടും. ഇനി ഇതിൽ തന്നെ എഫ് കിട്ടുവാണെങ്കിലോ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 + 32 അല്ലെ, ഇവിടെ മൈനസ് ആയിട്ടുള്ള 32 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഫാരൻഹീറ്റിൽ തരുന്നതിനെ സെൽഷ്യസിലോട്ട് മാറ്റാൻ പറ്റും, സെൽഷ്യസിൽ തരുന്നതിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 32 ഡിഗ്രി എന്ന് പറയുന്നത് തിളനിലയും അല്ലെ ഖരാങ്കവും, അതുപോലെ തന്നെ തിളനില എന്ന് പറയുന്നത് 212, ഇത് ഏതിലാണ്, ഫാരൻഹീറ്റിലാണുള്ളത്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതിൽ തന്നെ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, എന്താണിത്, അതായത് അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്തിലാണ്. 2 സാധാരണ തെർമോമീറ്ററുകളെ U ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. 2 തെർമോമീറ്റർ ഉണ്ടാവും, U ആകൃതിയിലുള്ള ഒരു ട്യൂബ് വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും മാക്സിമം ആയിട്ടുള്ളതും ഒരു കുറഞ്ഞ താപനിലയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചെടുക്കാനാകും. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. അന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യത്യാസം. അപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആ ദിവസം ഏറ്റവും കൂടുതൽ താപനില ഏതാണ് എന്നുള്ളതും ഏറ്റവും കുറഞ്ഞ താപനിലയും ഇവ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ദൈനിക താപാന്തരം. കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്. അതായത് ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില /2. ഇതിന്റെ ഒരു ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില /2. അതാണ് ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്.
ഇനി നമുക്ക് താപവിതരണത്തിന് തന്നെ നമ്മൾ താപവിതരണത്തിന്റെ പ്രോസസ്സ് ഒക്കെ പഠിച്ചു. ഇനി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ ഒരു താപത്തിനെ പല സ്ഥലത്ത് എങ്ങനെയാണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ഇതിന്റെ അക്ഷാംശീയ സ്ഥാനമാണ്. ഇതിന്റെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അതിനെ എന്തായാലും താപത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്താണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂടുപിടിക്കുന്നത് ആ ഒരു ഏരിയയിൽ താപനിലയിലും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. നാലാമത്തതാണ് ഏതെന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്നുള്ള അകലം. അഞ്ചാമത്തതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. ആറാണ് പ്രാദേശിക കാരണങ്ങൾ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു റീജിയണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ഇത്രയും കാരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, താപത്തിന്റെ വിതരണത്തെ, അതായത് ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അക്ഷാംശീയ സ്ഥാനം എങ്ങനെ, ആദ്യമായിട്ട് നമുക്ക് അക്ഷാംശീയ സ്ഥാനമാണ് നോക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സൂര്യപ്രകാശം ഏറെക്കുറെ പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് പതിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഭൂമധ്യരേഖ. അതായത് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്ന പ്രദേശത്തായിരിക്കും, ഈ ഭൂമധ്യരേഖയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത്. ആ ഒരു താപനില വളരെ അവിടെ എന്തായിരിക്കും, ആ ഒരു ഏരിയയിലെ താപനില വളരെ കൂടുതലായിരിക്കും. നമ്മൾ നോക്കിക്കേ, ഈ ഒരു ഏരിയയിലാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ താപനില ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖ പ്രദേശം, ഇക്വേറ്റർ റീജിയനിലായിരിക്കും. ഇനി ഭൂമിയുടെ ഒരു ആകൃതി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ സൂര്യരശ്മി എന്ത് ചെയ്യും, ഇപ്പൊ ഇങ്ങനെ ഇവിടെ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ചരിഞ്ഞ് പോകും അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചരിഞ്ഞു പോകുന്നത്, അതിനാൽ അങ്ങനെ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഈ ധ്രുവ പ്രദേശങ്ങൾ അടുക്കുമ്പോൾ താപനില എന്ത് ചെയ്യും, ക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള താപീയ മേഖലകൾ തന്നെ രൂപപ്പെടാറുണ്ട്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തും ഈ ഇടയിൽ വരുന്നതാണ് ഉഷ്ണമേഖല എന്ന് പറയുന്നത്, അല്ലെ, ഉഷ്ണമേഖല എന്ന് പറയുന്നത്. ഇനി ഇതിനിടയിൽ 23:30ക്കും 66:00ക്കും ഇടയ്ക്ക് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് മിതോഷ്ണ മേഖല, ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇതിനെയാണ് ശൈത്യ മേഖല, ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ എന്നൊക്കെ നിങ്ങൾ ഫ്രിജിഡ് സോൺ എന്നൊക്കെ കേട്ടി. ഇതാണ് ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്, അല്ലെ. ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണല്ലോ. അപ്പൊ ഈ ഏരിയയിൽ എന്താണ്, സ്ലൈറ്റ് ഇങ്ങനെ ചരിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ, സൺറൈസ് ചരിഞ്ഞെത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും, അല്ലെ, ധ്രുവ പ്രദേശങ്ങളാണ് രൂപപ്പെടുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള താപീയ മേഖലകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതായത് നമ്മുടെ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന സൺറൈസിന്റെ ആ ഒരു ചരിവ് സംഭവിക്കുന്നത് കൊണ്ട്. ഇനി രണ്ടാമത്തേതാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അല്ലെ. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കറിയാം, പല ഹിൽ സ്റ്റേഷൻസിന്റെയും പോകുമ്പോൾ തണുത്ത അന്തരീക്ഷമാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് ഉയരം തോറുന്നോറും എന്ത് ചെയ്യും, ഉയരം ഇൻക്രീസ് ചെയ്യുന്തോറും അവിടെയുള്ള അന്തരീക്ഷ താപനില വളരെ കുറഞ്ഞു വരും. ഓരോ കിലോമീറ്റർ ഉയരത്തിലും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെ. ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോ കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴത്തേക്കും എത്രയാ കുറയുന്നത്, 6.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കുറയുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും എന്ത് ചെയ്യാറുണ്ട്, ടെമ്പറേച്ചർ താപനിലയെ, ആ ഏരിയയിലെ താപനിലയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് അത് നമുക്ക് നോക്കാം. നമ്മൾ വിൻഡ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമുദ്ര ഉപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നുണ്ട്. സമുദ്രത്തിനാണ് ചൂടാകാനായിട്ടുള്ളൊരു സമയമെടുക്കും, അതുപോലെ തണുക്കാനും അതിനെന്ത് ചെയ്യും, സമയമെടുക്കും. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. നമുക്ക് ആ കരഭാഗങ്ങളാണ് ഏറ്റവും, അല്ലെ, പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തണുക്കും ഉള്ളതുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി സമുദ്രത്തിൽ നിന്നുള്ള അകലം എങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്? സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്നും കരയിലേക്ക് തിരിച്ചും വീശുന്ന കാറ്റ് തിരിച്ചും വീശാറുണ്ട്, അല്ലെ. നമ്മൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കാറുണ്ട്. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും ഒരു കോണ്ടിനെന്റൽ എഫക്റ്റ് എന്ന് പറയും, അല്ലെ. അതായത് നമ്മുടെ സീയിൽ നിന്നും അങ്ങ് ഉള്ളിലേക്ക് പോകും തോറും ഈ ഒരു എഫക്റ്റ് ആണ് ഉണ്ടാകാറുള്ളത്. സമുദ്രജല പ്രവാഹങ്ങൾ എങ്ങനെയാണ് താപത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ ഉഷ്ണജലം പോകുന്നതാണെങ്കിൽ ആ സ്ഥലത്ത് ചൂട് കൂടുതലായിരിക്കും, അല്ലെ. നമ്മുടെ ശീതജലം പോവുകയാണെങ്കിൽ, കോൾഡ് കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു തണുപ്പ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടാറുമുണ്ട്. ഉദാഹരണത്തിന് ഉഷ്ണജല പ്രവാഹമായിട്ടുള്ള നോർത്ത് അറ്റ്ലാന്റിക് പ്രഭാവം യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്നും ആശ്വാസം നൽകുമ്പോൾ
അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ എന്ന് പറയുന്നത് ഒരു കോൾഡ് കറണ്ട് ആണ്, ഒരു ശീതജല പ്രവാഹമാണ്. അതിന്റെ സ്വാധീനത്തിൽ എന്ത് ചെയ്യും, അവിടെ ഒരു കൊടുന്തണുപ്പും അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഈ ഒരു ലാറ്റിറ്റ്യൂഡിൽ തന്നെ 2 ഏരിയയിൽ ഈ 2 കറണ്ടുകളുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. കാനഡയിലാണെങ്കിൽ ലാബ്രഡോർ വലിയൊരു തണുപ്പ് കൊണ്ടുവരുവാണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ആണെങ്കിൽ യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്നും അല്ലെ ആ ഒരു വാം കറണ്ട് എത്തുമ്പോൾ ഒരു ആശ്വാസം കിട്ടുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇതാണ് ലാബ്രഡോർ. കാനഡയുടെ സൈഡിൽ കിടക്കുന്ന ലാബ്രഡോർ എന്ന കോൾഡ് കറണ്ട്. ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്യൻ ഏരിയയിലേക്ക് പോകുന്ന നമ്മുടെ വാം കറണ്ട്. ഇതിനാണ് കറണ്ടുമായിട്ട് നമുക്ക് ഓഷൻ കറണ്ടുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. ഇനി എന്താണ് പ്രാദേശിക കാരണങ്ങൾ എന്ന് പറയുന്നത്? അവിടെയുള്ള ഭൂപ്രകൃതി, അവിടുത്തെ ഒരു ഫിസിയോഗ്രഫി, ആ ഒരു ഫിസിയോഗ്രഫി ഓരോ പ്രദേശത്തിൻ്റെയും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇപ്പോൾ കുന്ന് അല്ലെ ഈ ഒരു കുന്ന്, അതുപോലെ താഴ്ച, ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് എങ്ങനെയാണ് ആ ഒരു ഫിസിയോഗ്രഫി അനുസരിച്ചിട്ട് സൂര്യപ്രകാശം അടിക്കുന്നതിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അത് എന്തിനൊക്കെ ആ ഒരു ഏരിയ കിട്ടുന്ന താപത്തിലും വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. എന്താണ് തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്? തെർമൽ ഇക്വേറ്റർ താപീയ മധ്യരേഖ. എന്താണ് തെർമൽ ഇക്വേറ്റർ? ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. അപ്പോൾ ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഏതെന്ന് പറയുന്നത്? താപീയ മധ്യരേഖ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഐസോതേം എന്ന് പറയുന്നത്? ഐസോതേമും ഇതുമാതിരിയുള്ള ഒരു ഇമാജിനറി ലൈനാണ്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമതാപരേഖകൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെ ഈക്വൽ ആയിട്ടുള്ള. ഇപ്പോൾ ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ താപനിലയുള്ളെങ്കിൽ ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കും. അതാണ് ഐസോതേംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സൂര്യന്റെ അയനം. എന്താ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണാണ് പ്രധാന എനർജി സോഴ്സ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? പ്രധാനമായിട്ട് നമുക്ക് ചൂട് കിട്ടുന്നതും അവിടെ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഈ ഒരു സൂര്യന്റെ അയനം എങ്ങനെയാണെന്ന് നോക്കാം, അപ്പാരന്റ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രി ആണല്ലേ? 23.5 ഡിഗ്രിയാണ് ഒരു അച്ചുതണ്ടിന്റെ ചരിവ്, ആക്സിസിന്റെ ചരിവ് എന്ന് പറയുന്നത്. അങ്ങനെ 23.5 പരിക്രമണ വേഗതയുടെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്ക് ഇടയിൽ നീങ്ങുന്നതായി അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ സൂര്യന്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. ഇതിനനുസൃതമായി ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിലും എന്താണ് വ്യത്യാസം അനുഭവം. അപ്പോൾ സൂര്യൻ നിൽക്കുന്ന ഭാഗത്ത് നല്ല ചൂടുണ്ടായിരിക്കും, അവിടെ ഒരു പകല് കൂടുതലായിരിക്കും. സൂര്യൻ മറ്റൊരു ദിശയിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സൂര്യന്റെ പ്രകാശം കിട്ടാതെ അവിടെ ഒരു നൈറ്റ് ടൈം കൂടാനുള്ള ഒരു ചാൻസും ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ അനുഭവപ്പെടാൻ കാരണം സൂര്യന്റെ ഈ ഒരു അയനമാണ്, അല്ലെ? സൂര്യന്റെ ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് എന്ത് സംഭവിക്കാറുണ്ട്? സീസണൽ ചേഞ്ചസ് ഉണ്ടാക്കാറുണ്ട്. നോക്കിക്കോ, ഉത്തരായന രേഖ 23.5 വടക്ക്, ദക്ഷിണായന രേഖ 23.5 തെക്ക്, ദക്ഷിണായന രേഖ ഭൂമധ്യ രേഖ. ഇങ്ങനെയാണ് സൂര്യൻ വരുന്നത്. ഈ സൂര്യന്റെ ആ ഒരു പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ 2 ടേംസ് ആണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. വിഷുവം, ഇക്വിനോസ് എന്താണെന്നുള്ളതും സോളിസ്റ്റിസ് എന്താണെന്നുള്ളതും നോക്കാം. വിഷുവം എന്ന് പറയുന്നത് ഇക്യു എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ സൂര്യന്റെ റേസ് നമുക്ക് ഭൂമധ്യ രേഖയിൽ നിൽക്കണം, ഈ ഒരു പൊസിഷനിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഒരേപോലെ നമുക്ക് സൺറൈസ് കിട്ടത്തുള്ളൂ, അല്ലെ? ഒരേപോലെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഈക്വൽ ആയിട്ടുള്ള ഡേയും ഈക്വൽ ആയിട്ടുള്ള നൈറ്റും 2 ഹെമിസ്ഫിയറിലും കിട്ടുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ, ഇക്വിനോസ് സമരാത്ര ദിനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മാർച്ച് 21 ആണെങ്കിൽ വസന്ത വിഷുവം, സ്പ്രിംഗ് ഇക്വിനോസും, സെപ്റ്റംബർ 23 ആണെങ്കിൽ ഓട്ടംനൽ ഇക്വിനോസും എന്നാണ് വിളിക്കുന്നത്. കേട്ടോ, ഈ ഒരു പിക്ചർ നോക്കിക്കേ. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും ഈ പോർഷനിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ടുള്ള ഡേയും നൈറ്റും 2 ഹെമിസ്ഫിയറിലും കിട്ടുന്നു എന്നുള്ളതാണ് ഈക്വിനോസ്, സമരാത്ര ദിനങ്ങൾ എന്നുള്ളതാണ്. ഇനി എന്താണ് സോളിസ്റ്റിസ് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോളിസ്റ്റിസ് എന്താണെന്നുള്ളത് നോക്കാം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ, മാർച്ച് 21-ന് നമുക്ക് എവിടെ നിൽക്കുവാണെന്ന് പറഞ്ഞു?
മാർച്ച് 21 ഇക്വേറ്ററിൻ്റെ അവിടെ നിൽക്കുക. അവിടെ നിന്ന് ജൂൺ 21 വരെയുള്ള കാലയളവിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? വടക്കോട്ട് ഉത്തരായന രേഖ വരെ എത്തുന്നുണ്ട്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ എത്തുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടും. ഇതിപ്പോൾ നമുക്ക് നിൽക്കുന്നത് 23½ നോർത്ത്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വന്നിട്ടാണ് നിൽക്കുന്നത് സൂര്യൻ്റെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ സൂര്യൻ അവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയം അവിടെ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ പകലായിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ പകൽ കിട്ടിക്കഴിഞ്ഞാൽ രാത്രിയുടെ ആ ഒരു ദൈർഘ്യം എങ്ങനെയായിരിക്കും? കുറവുമായിരിക്കും. ഈ ദിവസത്തെയാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നത്. ഈ ദിവസത്തിനെയാണ് സമ്മർ സോളിസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ഈ മാർച്ച് 21 നിന്നും എങ്ങനെയാണ്? ശരിക്കും സൂര്യനല്ല പോകുന്നതല്ലേ, സൂര്യനല്ല നമ്മളെ ഭൂമി അങ്ങനെയാ കറങ്ങുന്നത് കൊണ്ട് എന്ത് ആ ചരിവിൽ ഇങ്ങനെ വ്യത്യാസം വന്നിട്ട് ഈ ജൂൺ 21 ആകുമ്പോൾ ഉത്തരായന രേഖയാണ് നേരെ ഇങ്ങോട്ട് നിൽക്കുന്നത്, സൂര്യൻ്റെ നിൽക്കുന്നത്. ഈ ഉത്തരായന രേഖയിൽ വന്ന് നിൽക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ദിവസം, അതായത് പകല് കൂടുതലും രാത്രി കുറവുമാണ് അനുഭവപ്പെടുന്നത്. അപ്പം മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിനായതിനാൽ ഈ സമയത്ത് ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ തുടർച്ചയായി പകൽ വെളിച്ചം അനുഭവം. അപ്പം നോർത്ത് പോളിൽ എങ്ങനെയായിരിക്കും? തുടർച്ചയായിട്ട് എന്ത് ചെയ്യും? ഈ ഒരു മാർച്ച് മുതൽ ഇനി ഒരു സെപ്റ്റംബർ, അതായത് മാർച്ച് 21 ഇവിടെ, പിന്നെ എന്താണ് ജൂൺ 21 ഇവിടെ, സെപ്റ്റംബർ, ഈ ഇത്രയും ഏരിയയിൽ ഇത്രയും സമയവും സൂര്യൻ എന്ന് പറയുന്നത് ആ നോർത്തേൺ ഏരിയയിലാണ് കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് പോളിൽ പകൽ വെളിച്ചം അനുഭവപ്പെടുന്നുണ്ട്, കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഇനി എന്താണ് വിന്റർ സോളിസ്റ്റിസ് എന്ന് പറയുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എങ്ങോട്ടേക്ക് പോകും? ദക്ഷിണായന രേഖയിലേക്ക് പോകും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോകും. ഇതിന്റെ ഫലമായിട്ട് ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ, എവിടെയാണോ സൂര്യൻ ചെന്ന് നിൽക്കുന്നത് അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പകൽ കിട്ടുന്നുണ്ട്, ദൈർഘ്യം കുറഞ്ഞ എന്തും കിട്ടുന്നുണ്ട്, രാത്രിയും കിട്ടുന്നുണ്ട്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ കാണുന്നത്? അടുത്ത ഹെമിസ്ഫിയറിൽ കാണുന്നത്. അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസത്തിനെയാണ് ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോളിസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 22 ജൂൺ 21 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം, അപ്പോൾ സെപ്റ്റംബർ ഇവിടെ തുടങ്ങി ഡിസംബർ 22, സെപ്റ്റംബറിൽ പിന്നെ അടുത്ത ഒരു മാർച്ച് 21 വരുമ്പോഴാണ് നമ്മുടെ വീണ്ടും ഇക്വേറ്ററിന്റെ ഭാഗത്തോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാലം, ഈ ഒരു 6 മാസക്കാലം സൂര്യൻ എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയർ അല്ലെ, ഇങ്ങനെ ഭൂമി ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് സംഭവിക്കുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഈ നോർത്ത് പോൾ എങ്ങനെയായിരിക്കും? തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇനി എന്താണ് ധ്രുവദീപ്തി അറോറ എന്ന് പറയുന്നത്? ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായിട്ടുള്ള സൗരവാദങ്ങൾ, സോളാർ വിൻഡ് ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി അറോറ എന്ന് പറയുന്നത്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉത്തരധ്രുവ ഭാഗങ്ങളിൽ അറോറ ബോറിയാലിസും എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രിയാലിസ് എന്നും. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സദേൺ കോണ്ടിനെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓർക്കാം അല്ലേ. അറോറ ഓസ്ട്രേലിയസ് എന്ന് പറയുന്നത് സദേൺ സദേൺ പോളിൽ, അതായത് ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിലാണ്. സദേൺ പോളിൽ, ഹെമിസ്ഫിയർ അല്ല, ഹെമിസ്ഫിയർ തന്നെയാണ്, പോളിലാണ്, സദേൺ പോളിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അറോറ ബോറിയാലിസിസും അറോറ ഓസ്ട്രേലിയസിസും ഓർത്ത് വെച്ചിരിക്കുക. ഈ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നതും കൂടി നമുക്ക് നോക്കാം. എന്താണ് ഉത്തരായനം ദക്ഷിണായനം? ശൈത്യ അയന ദിനത്തിനെ തുടർന്ന്, അതായത് ഡിസംബർ 22 വിന്റർ സോളിസ്റ്റിസിനെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും, എവിടെ നിന്നാണ്? നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും ഉത്തരായന രേഖ ഉത്തരായനം, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള ആ ഒരു അയനം, ആ ഒരു മൂവ്മെന്റ് ആണ് ഉത്തരായനം എന്ന് പറയുന്നത്. അതായത് ഉത്തരത്തിലേക്ക് പോവുകയാണ്, അങ്ങോട്ടേക്കുള്ള യാത്ര, ഉത്തര അയനം എന്ന് പറയുന്നത്. ഇനി തിരിച്ച് ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ജൂൺ 21 തുടങ്ങി നമ്മുടെ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് എങ്ങോട്ടേക്കാണോ വരുന്നത് അതാണ് പറയേണ്ടത്, അതാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇനി സീസൺസ് എന്ന് പറയുന്നത് സൂര്യന്റെ ഈ ഒരു ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ചിട്ട് ഓരോ പ്രദേശത്തും സവിശേഷമായിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ കാലയളവിനാണ് ഋതുക്കൾ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു സൂര്യന്റെ ഈ ഒരു മാറ്റം അനുസരിച്ചിട്ട് പല ഋതുക്കൾ ഉണ്ടാകാറുണ്ട്. ഭൂമിയുടെ പരിക്രമണവും സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുമാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിയാം, റൊട്ടേഷൻ എന്ന് പറയുന്ന ഡേ ആൻഡ് നൈറ്റ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ റെവല്യൂഷൻ
എന്ന് പറയുന്നത് എന്താണ്? ഋതുക്കൾ, സീസൺസ്. ഇനി ഈ ഒരു റെവല്യൂഷൻ മാത്രം പോരാ, ഇങ്ങനെ ഈ ഒരു സൗരോർജ്ജ ലഭ്യത, അതിന് നമ്മുടെ ആ ഒരു ആക്സസിൽ ഒരു ടിൽറ്റ് ഉണ്ടല്ലോ, അതും കൂടി എന്തിനൊക്കെ കാരണമാകാറുണ്ട്? സീസൺസിന് കാരണമാകാറുണ്ട്. ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്. വിവിധ ഋതുക്കളും അവയുടെ സവിശേഷതകളാണ് നോക്കിയുള്ളത്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് വസന്തകാലമാണല്ലേ. പല പാട്ടുകളും ഉണ്ടല്ലേ, വസന്തരാവിൻ കിളിവാതിൽ, അങ്ങനെ വസന്തകാലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതായത് പൂക്കൾ പൂക്കുന്ന സമയമായിരിക്കും, സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്ന ഒരു സമയമായിരിക്കും. അതായത് നമ്മൾ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, അതായത് ഗ്രീഷ്മത്തിലേക്ക് പോകുക. ഗ്രീഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സീസൺ ആണ്. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള ഗ്രീഷ്മ, ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഗ്രീഷ്മകാലം സമ്മർ സീസണിലേക്കുള്ള ഒരു പോക്കാണ്. അങ്ങനെ എന്താണ്, ഈ ഒരു പകലിന്റെ അളവ് ഇങ്ങനെ കൂടി ദൈർഘ്യം കൂടി വരുവാണ് ചെയ്യുന്നത്. ഇനി വരുന്ന സീസൺ ആണ് സമ്മർ എന്ന് പറയുന്നത്. ഉയർന്ന അന്തരീക്ഷ താപനിലയായിരിക്കും. പൊതുവെ ദൈർഘ്യമേറിയ പകലുകളാണ് എപ്പോഴുണ്ടാവുക? സമ്മർ സീസണിൽ ഉണ്ടാകുക. ഇനി സമ്മർ സീസണിലേക്ക് വിന്റർ സീസണിലേക്ക് സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് സീസൺ ആണ് എന്ന് പറയുന്നത് ഓട്ടം എന്ന് പറയുന്നത്. ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലകൾ പൊഴിക്കുന്നു. ഇക്കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുവാണ് ചെയ്തത്. വിന്റർ സീസൺ ആകുമ്പോൾ കുറഞ്ഞ അന്തരീക്ഷ താപനിലയും പൊതുവെ ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും. സമ്മർ സീസണിൽ ദൈർഘ്യമേറിയ പകലാണെങ്കിൽ വിന്റർ സീസണിൽ എങ്ങനെയായിരിക്കും? ദൈർഘ്യമേറിയ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രാത്രിയായിരിക്കും. നന്നായിട്ട് ഉറങ്ങാം അല്ലെ. മഞ്ഞ് വീഴ്ച, ഇതെല്ലാം ഏതിലാണ് സംഭവിക്കുന്നത്? വിന്റർ സീസൺ, ശൈത്യകാലത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് വിവിധ ഋതുക്കളും അതിൻ്റെ സവിശേഷതകളും. ഇനി സൂര്യന്റെ അയനത്തിന്റെ ഇതിൽ വെച്ചിട്ട് ഏതൊക്കെ കാലയളവാണ്, അതുപോലെ ഈ ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എങ്ങനെയാണ്, നോർത്തേൺ സദേൺ ഹെമിസ്ഫിയറിൽ ഇത് എങ്ങനെയാണ് ഈ ഋതുക്കൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇതിൽ നമ്മൾ രണ്ട് പെയേഴ്സ് ആണ് എപ്പോഴും പഠിക്കുക, സമ്മറും വിന്ററും, സ്പ്രിങ്ങും ഓട്ടവും. ഈ പെയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അതായത് ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കും. ഈ ഒരു കോംബോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണിത്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് സൂര്യന്റെ അയനം പോകുന്നത്. ഭൂമധ്യരേഖയിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോവുകയാണ്. അപ്പോൾ മാർച്ച് 21 മുതൽ ജൂൺ 21, ഈ ജൂൺ 21 നമ്മൾ സമ്മർ സോളിസ്റ്റിസ് പഠിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഉത്തരാർദ്ധഗോളത്തിൽ അതായത് ഈ മാർച്ച് 20 നിന്നും ജൂൺ 21 ആ ഒരു ഇതിനെയാണ് നമ്മൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം, സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ഈ സ്പ്രിംഗ് സീസണിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ദക്ഷിണാർദ്ധഗോളത്തിൽ, അതാണ് ശരത്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ 21 വന്ന് നിൽക്കുകയാണ്. ഇനി ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീണ്ടും വരണ്ടേ. അതായത് ഇവിടെ നിന്ന് ആരംഭിച്ച സാധനം, ഇവിടെ മാർച്ച് 21, ഇതെന്ന് പറയുന്നത് ജൂൺ, ഓക്കെ, ഇത് സെപ്റ്റംബർ, ഇവിടെ ഡിസംബർ. ഈ ഇക്വേറ്റർ നിൽക്കുന്ന ആൾ ഇതാ ഇവിടെ ജൂൺ വന്ന് നിൽക്കുകയാണ്. ഈ പോർഷൻ, അതായത് മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെയാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇത് ഉത്തരാർദ്ധഗോളമാണെന്ന് നമുക്കറിയാം. ഇവിടെ സ്പ്രിംഗ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഇവിടെ എന്തായിരിക്കും? ഓട്ടമായിരിക്കും. ഇനി ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ ഈ പോർഷൻ, ഇവിടെ നിന്ന് ഇതുവരെ ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഗ്രീഷ്മകാലമായിരിക്കും. സ്പ്രിംഗ് കഴിഞ്ഞാൽ ഉടനെ വരുന്ന ആൾ ആരാണ്? സമ്മർ സീസൺ ആയിരിക്കും. അവിടെ സമ്മർ സീസൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? വിന്റർ സീസൺ ആയിരിക്കും. ഇനി ഭൂമധ്യരേഖയിൽ എത്തി നിൽക്കുവാണ്. ഇവിടെ സെപ്റ്റംബറിൽ നമ്മൾ ഭൂമധ്യരേഖയിൽ നിൽക്കുവാണ്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഇവിടെ എത്തുവാണ്. ഡിസംബർ 22 ഇവിടെ എത്തുമ്പോൾ ഇതാണ് ശരത്കാലം എന്ന് പറയുന്നത്, ഓട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഓട്ടമാണെങ്കിൽ നോർമലി ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? സ്പ്രിംഗ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി ഈ ഡിസംബർ 22 നിന്ന് വീണ്ടും മാർച്ച് 21 പോകുകയാണ്. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുന്നു. ഇതാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. ഇവിടെയാണ് ശൈത്യകാലം. ഇവിടെ ശൈത്യകാലമാണെങ്കിൽ എന്തായിരിക്കും? ശൈത്യകാലമാണെങ്കിൽ ഇവിടെ ശൈത്യകാലമാണെങ്കിൽ അവിടെ എന്തായിരിക്കും? സമ്മർ സീസൺ ആയിരിക്കും. ഇവിടെ വിന്റർ സീസൺ ആണെങ്കിൽ ഇവിടെ സമ്മർ സീസൺ ആയിരിക്കും. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു സീസണിൻ്റെ ഓർഡർ പഠിക്കുക. സ്പ്രിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മറാണ് വരുന്നത്, SS അല്ലെ. സ്പ്രിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മറാണ് വരുന്നത്, അത് കഴിഞ്ഞാൽ ഓട്ടമാണ് വരുന്നത്, അത് പിന്നെ കഴിഞ്ഞാൽ വിൻ്ററാണ് വരുന്നത്. SS, അതുപോലെ ഓട്ടം, പിന്നെ വിൻ്റർ, ഇങ്ങനെ ഒരു ഓർഡറും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. സ്പ്രിംഗ് സീസണിലാണ് തുടങ്ങുന്നത്. അതായത് ഭൂമധ്യരേഖ മാർച്ച് 21 നിന്നും ആ ഒരു ജൂൺ 21 സ്പ്രിംഗിൽ നിന്നാണ് തുടങ്ങുക അല്ലെ. നല്ല പൂക്കളോടെ തുടങ്ങാം അല്ലെ, നല്ലൊരു തുടക്കമാകട്ടെ. സ്പ്രിംഗിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ടേബിൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന റെഫറൻസ് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ പഴയ ഓൾഡ് SCERT, പഴയ 9ാം ക്ലാസ്സിലെ
ചാപ്റ്റർ 1ഉം അതുപോലെ പുതിയ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററും പിന്നെ അതുപോലെ തന്നെ 11ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററും ഇത്രയും ക്ലാസ്സിൻ്റെ ആണ് ഞാൻ റെഫറൻസ് എടുത്തിരിക്കുന്നത്. ഒരുവിധം എല്ലാ കണ്ടന്റും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഈ ഏരിയയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി അടുത്തൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.